ഇന്ന് ഭക്തകവി കബീർദാസ് ജയന്തി. ഭക്തികാലഘട്ടത്തിലെ പ്രശസ്തരിൽ പ്രശസ്തനായ ഹിന്ദി കവി, അദ്വൈത സിദ്ധാന്തത്തെ ഉൾക്കൊണ്ട മഹാൻ, ധർമ്മത്തെ അധിഷ്ഠിതമായി ജീവിക്കാൻ പഠിപ്പിച്ച ദിവ്യൻ, ഒരേ സമയം ഹിന്ദുമതത്തെയും ഇസ്ലാം മതത്തെയും ഉൾക്കൊണ്ട കവി, ദിവ്യനായും സൂഫിയായും കണ്ട മഹാത്മാവ്. അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം ആത്മീയവും യോഗാത്മകവും അഗാധമായ യോഗാനുഭൂതിയിൽ നിന്നുടലെടുത്തതുമാണ്. ബീജക്, സഖിഗ്രന്ഥ്, കബീർ ഗ്രന്ഥാവലി, അനുരാഗ് സാഗർ എന്നിവ അദ്ദേഹത്തിന്റെ രചനകളാണ്. ആധുനിക ഉത്തർപ്രദേശിലെ വാരണാസിയിലായിരുന്നു കബീർദാസിന്റെ ജനനം. ഒരു നെയ്ത്തുകാരനായിട്ടാണ് ജീവിതം തുടങ്ങുന്നത്. അദ്ദേഹം ഭക്തിമാർഗത്തിലേക്ക് ആകൃഷ്ടനായി. ദൈവത്തിൽ പരിപൂർണമായി വിലയം പ്രാപിച്ച് അഗാധ ഭക്തിയിൽ കൂടി യഥാർത്ഥ സ്വരൂപത്തെ ദർശിക്കാനാണ് കബീർദാസ് ജനങ്ങളോട് ഉദ്ഘോഷിച്ചത്. സർവ്വതും വെടിഞ്ഞ് ഈശ്വരനിൽ അഭയം പ്രാപിക്കാനുള്ള മാർഗത്തെക്കുറിച്ചാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്. സാമൂഹികവും സാമ്പത്തികവുമായ വേർതിരിവുകൾക്കെതിരെയും ചൂഷണത്തിനെതിരെയും ശബ്ദമുയർത്തിയ കവി. അദ്ദേഹത്തിന്റെ ഗീതങ്ങൾ ഭാരത ജനതയുടെ ഹൃദയത്തിൽ ഇടം നേടിയവയാണ്. എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനുണ്ടെന്ന് വിശ്വാസം മുറുകെ പിടിച്ച കവി. നിന്നിലൂടെ ഒഴുകുന്ന നദിയാണ് എന്നിലൂടെയും ഒഴുകുന്നത് എന്ന് പറഞ്ഞ കവി. നീയും ഞാനുമെല്ലാം ഒന്നാണ് എന്ന് ഉദ്ഘോഷിച്ച കവി. പല തുള്ളികൾ സമുദ്രത്തിൽ ചേരുന്നു, എന്നാൽ സമുദ്രം ഒരു തുള്ളിയിലേക്ക് ചേരുന്നു എന്നറിയാമോ എന്ന് ജനങ്ങളോട് ചോദിച്ച മഹാത്മാവ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം.